നിങ്ങളുടെ കൈ വേദന എടുക്കുന്നേ? ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ, ഇതൊന്നും നടക്കത്തില്ല. കേക്കണ്ടേ? നിങ്ങളൊന്നും മിണ്ടാത്തെ? എന്താ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേന്ന്? ഇത് കറണ്ട് ബില്ലുണ്ടാ കളഞ്ഞു പോയിരിക്കാൻ വേണ്ടി വെച്ചു. ോ ആത്മഹത്യ നടക്കുന്നവരെ ഓർത്ത് വിഷമിക്കണോ അതോ മൂക്കൊലിപ്പുള്ള നിങ്ങളെ ഓർത്ത് കരയണോ? ഞാന് സെൻസില്ലാത്ത മനുഷ്യൻ. എടി എനിക്കെല്ലാം അറിയാടി കേട്ടാ. ഞാനേ ഒരു ദിവസം ഈ മണ്ണിൽ അലിഞ്ഞു തീരുമ്പോ നീയൊക്കെ പഠിച്ചോളും. അലിഞ്ഞീര് അച്ഛൻ ഐസ് കെട്ടായിരുന്നു. I'm a bad boy doing good things. Got a lemonade with chicken wings with a bad bitch. ഉത്തമ 1/2 മണിക്കൂർ സമയം തരും നിനക്ക്. അതിനുള്ളിൽ നീ ആശ എവിടുന്നാന്ന് വെച്ചാൽ ഇവിടെ വിളിച്ചോണ്ട് വന്നോണം. അല്ലെ ഞാൻ എങ്ങോട്ടേലും ഇറങ്ങിപ്പോവും. പറഞ്ഞേക്കാം. എന്തോ നമ്മ എന്ത് പറ്റി? ആശയുടെ അച്ഛൻ ഇപ്പൊ ജീരകവെള്ളം വേണോന്ന് കുളിക്കാൻ. കുളിക്കാനാ? നല്ല മണം കിട്ടാനാണ് പോലും. ചന്ദനത്തിന്റെ കമ്പുണ്ടായിരുന്നെങ്കിലേ വലിച്ചിട്ട് അടിക്കായിരുന്നു. നല്ല മണം കിട്ടും. ഞാൻ ആലോചിച്ചിട്ടെ നമുക്ക് രാകേഷ് ജോത്സ്യനൊന്ന് പോയി കണ്ടാലോ? ചിലപ്പോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനാവുമല്ലോ. അങ്ങനെ കണ്ടിട്ട് ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ വിശ്വാസമൊക്കെ പോയി. കൊള്ളാം. എടി അങ്ങേരെ കൊണ്ട് എന്തെല്ലാം ഉപകാരം നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നാ? എന്ത് ഉപകാരം? ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. നീ തന്നെ ഇത് പറഞ്ഞ കേട്ടോ. നന്ദിയില്ലാത്തവള്. ഞാൻ എന്തായാലും ജോത്സ്യനെ കാണാൻ പോവാ. ഞാനേ കണ്ണൻ്റെ ഒരു 7 മുടിയും കൂടെ ഒപ്പിച്ചോണ്ട് പോവാം. ചിലപ്പോൾ വല്ല ഹോമം ചെയ്യേണ്ടി വന്നാലോ? എന്നാ പിന്നെ മുടി മാത്രം ആക്കണ്ട. അവന്റെ കുറച്ച് വെട്ടിയ നഖവും ഒരു നിക്കറും കൂടെ കരുതിക്കോ. ആവശ്യം വന്നാലാ. ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കേക്കാം. എന്നിട്ട് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. പറയാം. കള്ളം പറഞ്ഞ എന്താ സംഭവിക്കണേന്ന് അറിയാലോ? അഞ്ഞൂല. കള്ളം പറഞ്ഞ കണ്ണു കിട്ടും. ഇതൊന്നും അറിഞ്ഞൂടല്ലേ? അതൊക്കെ ചുമ്മാതെ. സത്യമാണ്. എന്നെങ്കിൽ പിന്നെ ഈ വീട്ടിലുള്ള പകുതി വരെ കണ്ണിപ്പ കാണൂലായിരുന്നു. പ്രത്യേകിച്ച് ചിറ്റപ്പന്റെ. ഒന്ന് പോ എന്റെ കൊച്ചെ. ജംഗ്ഷനിൽ പുതിയ മ്യൂസിക് ക്ലാസ് തുടങ്ങി അറിഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. പിന്നെ എന്റെ ഫ്രണ്ട് പ്രതിഭയും പോകുന്നുണ്ട്. ജംഗ്ഷനിൽ മ്യൂസിക് ക്ലാസ് തുടങ്ങി അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനും പോകുന്നത്. എന്റെ ഫ്രണ്ട് തുളസിയും പോകുന്നുണ്ട്. ഇവിടെ പച്ച കള്ളണ്ട. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ആ ജംഗ്ഷനിൽ തന്നെ പുതിയതായിട്ട് ഇറച്ചിക്കട തുടങ്ങിയായിരുന്നല്ലോ. എന്നിട്ട് നീ എന്ത് ഇറച്ചി വെട്ട് പഠിക്കാൻ പോവാ? ഇത് രണ്ടിലൊന്നും അറിഞ്ഞില്ല. ഒന്ന് ഇല്ലെങ്കിൽ ഞാൻ എന്താ ചേട്ടാ എന്റെ പിടിച്ചോണ്ട് പോലെ ഇവിടെ ചോര വീഴും. എന്റെ ചോര അച്ഛൻ ഇതുപോലെ ഞങ്ങളോട് എപ്പോഴെങ്കിലും കളിച്ചുകൂടെ അച്ഛാ? അച്ഛനെ ജോലിയും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ചിറ്റപ്പനെ ജോലിയും കൂലിയില്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കല്ലേ, കളിച്ച് നടക്കാല്ലേ? അയ്യോ, ചിറ്റപ്പൻ കളിക്കാണെങ്കിൽ ഭയങ്കര കള്ളക്കളി ആയിരിക്കും എന്റെ പൊന്നെ. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് അവൻ കള്ളക്കളി മാത്രമേ കളിച്ചിട്ടുള്ളൂ. സംസാരിച്ചോണ്ടിരിക്കാതെ കളിക്കാനാ? എന്റെ പിള്ളേരെ എന്തോ നീയാണ് മാച്ചുകളയോ? നീ മായ്ക്കാനല്ല, പറപ്പിക്കാൻ പോകും. പറപ്പിക്കാത്ത ചുട്ട കോഴിയാ? അത് ചുട്ട കോഴി മാത്രമേ പറക്കുള്ളൂ. അതെ, ഇതിനുള്ള കോഴിയും പറക്കും. കുറ്റം പറഞ്ഞല്ലടാ ഞാൻ. ലോക്കൽ അങ്ങനെ അങ്ങനെ ഇതൊന്നല്ല. പിന്നെ പ്ലെയിൻ ആയി പോയില്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് കളർഫുൾ ആക്കാനായിട്ട്. ഓ അങ്ങനെ അങ്ങനെ. നമുക്ക് വേണ്ടത് സ്വാഗാണ്. സാദോ? എടാ സ്വാദല്ലടാ, സ്വാഗ്. ഓഹോ സാദ് എനിക്കറിയാം. സംഭവം എന്ത്? എത്ര കണ്ണു ഒത്തിട്ട് ഒരു കാര്യമില്ല ചേട്ടാ. എടാ നിന്റെ പിറന്നാൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നാ? തുറന്നോ? സെക്കൻഡ് ഹാൻഡോ? പുതിയതാ? അല്ലടാ, റെന്റിനെടുത്തേ. നീ 2 ദിവസം ചെത്തിക്കോ. വെള്ളം വേണം. ധാരാളത്തിന് വെള്ളം വേണം. കണ്ണൻ എന്തിനാ ചുമേച്ച മാമനോട് പിണങ്ങിയേ? എന്തിനാ പിണങ്ങിയേ?
എടാ സിനിമയിലെ പിള്ളേരെ ആ കൊണിഷ്ട് ബുദ്ധി നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് ഇല്ലടാ. നീ ധൈര്യമായിട്ടിരി. പിന്നെ ധൈര്യമായിട്ട് ഇരിക്കാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ മര്യാദയ്ക്ക് പിള്ളേർക്ക് ചെന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വേണമെങ്കിൽ മൂന്നിന്റെ കാര്യം പിടിച്ച് മാപ്പ് പറയാന്ന് പറ. എടാ എന്റെ പൊണ്ണ് ചെറുക്കാൻ, ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, അവരെല്ലാം ഗോലി ഉരുട്ടി വിട്ടെന്നാണ് അവർ പറഞ്ഞത്. അയ്യോ, അപ്പൊ കടയിരുന്ന് ഗോലി വണ്ടി പിടിച്ച് എന്റെ റൂമിൽ ഒന്ന് കിടന്നതായിരിക്കും. എന്തോന്ന് ശരി എന്തിനാ ഡയലോഗ് അടിക്കുന്ന അവിടെ വന്ന്? ഞാൻ ചൂടാവും. എന്റെ വാവണ്ടില് ഞാൻ പറയുന്നത്, നീ കൂടുതൽ സംസാരിക്കാതെ കയറിപ്പോ. ശരി. പിള്ളേരൊക്കെ നേരെ വളർത്തണം. നേരെ എന്നെ വളർത്തി വെച്ചേക്കണം. അത് കാണാനുണ്ട്, നേരെ വളർത്തി വെച്ചത്. നിന്റെ അച്ഛനെ കാണിട്ട് കേട്ടോ. എന്റെ അച്ഛൻ പിന്നെ ആരാ? ചേട്ടന്റെ കൊച്ചച്ഛനാണോ?